പലപ്പോഴും നമ്മൾ കണ്ടുവരാറുള്ളത് എനിക്ക് തോന്നുന്നു ഈശ്വരവിശ്വാസം കൂടുതലുള്ള അല്ലെങ്കിൽ ഈശ്വര ചിന്തകൾക്ക് അനുസൃതമായി ജീവിക്കുന്നവർക്ക് വളരെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിറഞ്ഞൊരു ജീവിതമാണ് കിട്ടാറുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ശരിക്കും ദൈവത്തെ ആരാധിക്കുമ്പോൾ നല്ലൊരു ജീവിതമല്ലേ അവർക്ക് ലഭിക്കേണ്ടത്? നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചൊരു ചൊല്ലുണ്ട്, ഒരാൾ കൂടുതൽ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ പള്ളികളിലൊക്കെ പോകുന്ന ആളാണെങ്കിൽ അവർക്ക് വല്ല പ്രശ്നങ്ങളും വന്നാൽ നാട്ടുകാർ പറയും ഭക്തി കൂടിയോണ്ടാട്ടോ എന്ന്. അപ്പോൾ ഭക്തി കൂടി അപകടമാണെന്നുള്ളത് പണ്ടേ ഒരാളുകൾക്കൊരു ധാരണയുണ്ട്. ഇത് വാസ്തവത്തിൽ ആളുകൾ മനസ്സിലാക്കിയെടുത്തുള്ള തെറ്റാണ്. ശരിയാണ് നിങ്ങൾ ചോദിച്ചത്. അതായത് ക്ഷേത്രത്തിലൊക്കെ എന്നും പോകുന്ന ആളുകൾക്ക് കഷ്ടപ്പാടിൻ്റെ മുകളിൽ കഷ്ടപ്പാടുകൾ ഒന്നിനു പുറകിൽ ഒന്നായിട്ട് വരുന്ന കാണാറുണ്ട്. അപ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, ഇത്രയൊക്കെ ഭക്തിയുള്ള ആൾക്ക് എന്താ ഇങ്ങനെ ഒരു അനുഭവം വന്നത്? ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് തലത്തിലാണ്. ഒന്ന്, ഭക്തൻ ഒരിക്കലും അത് പറയില്ല. നമ്മുടെ മനസ്സ് പോസിറ്റീവായിട്ട് ചിന്തിക്കും തോറും, ഉത്കൃഷ്ട മനോഭാവങ്ങൾ വരും തോറും മനസ്സിന് ഉൾക്കൊള്ളാനുള്ള ശക്തി വളരെ കൂടുതലായിരിക്കും. അവരെ സംബന്ധിച്ച് പ്രശ്നങ്ങളൊന്നും അവരെ അലട്ടുന്നില്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വിവേകാനന്ദ സ്വാമിയുടെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസന് ക്യാൻസർ ഉണ്ടായിരുന്നു. അതുപോലെ ജീവിച്ചിരുന്ന അനവധി മഹാത്മാക്കൾ, വിവേകാനന്ദ സ്വാമികളാവട്ടെ, ശങ്കരാചാര്യ, ഇവർക്കൊക്കെ ഓരോരോ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവരൊന്നും ആ പ്രശ്നങ്ങളിൽ അല്പം പോലും പതറിയിട്ടില്ല. അവരതിനെ ഉൾക്കൊണ്ടുകൊണ്ട് തരണം ചെയ്ത് കടന്നുപോയിട്ടുണ്ട്. എന്നാൽ ദൂരെ നിന്ന് നോക്കുന്നവരാണ് പറയുന്നത്, ഓ ഇവർക്കിങ്ങനെ എന്തുകൊണ്ട് പ്രശ്നമൊന്നും വരാൻ പാടില്ലല്ലോ. ഋഷീശ്വരന്മാർ പറയുന്നത് ആത്മീയത എന്ന് പറയുന്നത് ശരീരവുമായി ബന്ധപ്പെട്ടതല്ല, ശരീരവുമായി ബന്ധപ്പെട്ട പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടതല്ല, അത് മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. സാധാരണ വ്യക്തികൾക്കൊരു പ്രശ്നം വന്നാൽ അവർ മാനസികമായി തളരുന്നത് പോലെ ആധ്യാത്മിക സംസ്കാരമുള്ളവരൊരിക്കലും തളരുകയില്ല. ഗീതയിൽ തന്നെ കൃഷ്ണൻ പറയുന്നുണ്ട്, അർജുനനോട് പറയുന്നൊരു ഗംഭീര ശ്ലോകമുണ്ട്. അർജുന, സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭോ ജയാജയോ തദോ യുദ്ധ്വായ യുജ്ജസ്വ നൈവം പാപമവാപ്സ്യസി. ഹേ അർജുന, സുഖത്തിൻ്റെ പിന്നാലെ ദുഃഖവും വരും. കാരണം ഇതൊരു ചക്രമാണ്. പകൽ കഴിഞ്ഞാൽ രാത്രി വരണം. ജയത്തിൻ്റെ പുറകിലൊരു പരാജയം വരും. ഇപ്പം നമ്മുടെ ജീവിതം തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം, സൗഭാഗ്യങ്ങൾ വരുംതോറും വീടായി, കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, പ്രായം ഒരു വിഷമല്ലേ. ആളുകൾ പ്രായം മാറ്റിവെക്കാൻ എന്തെല്ലാം ചെയ്യുന്നു. എനിക്ക് തോന്നാറുണ്ട്, ഡൈ കമ്പനി എങ്ങാനും പൂട്ടിപ്പോയാൽ എത്ര മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഉണ്ടാവും നമുക്ക്. ഇന്ന് അത്രയും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഇല്ലാത്തതിന് കാരണം ഈ കമ്പനികളാണ്. അപ്പോൾ അവർക്ക് ദുഃഖമില്ലേ? ദുഃഖങ്ങളുണ്ട്. പിന്നെ കുട്ടികൾ വളർന്നു വലുതായി അവരകന്നു പോകുമ്പോൾ ദുഃഖങ്ങളുണ്ട്. പ്രായം ഒരു ദുഃഖമാണ്. ഇങ്ങനെ എല്ലാവർക്കും ഉണ്ട് ദുഃഖങ്ങൾ. എന്നാൽ വിവേകികളായിട്ടുള്ള ആളുകൾ, ആധ്യാത്മിക സംസ്കാരമുള്ള ആളുകൾ, അവരതിനെ നേരിടുന്നു. അവർ തളരാതെ പതറാതെ അതിലൂടെ കടന്നു പോകുന്നു. ദുഃഖിച്ചവനും മരിക്കും, ദുഃഖത്തെ തരണം ചെയ്യുന്നവനും മരിക്കും. ദുഃഖിച്ചവൻ ദുഃഖിച്ചു മരിക്കും. ഒരാൾ തരണം ചെയ്ത് ധീരനായി ശരീരം ഉപേക്ഷിക്കും. അപ്പോൾ ധീരനായിട്ട് ശരീരം ഉപേക്ഷിക്കുകയല്ലേ നല്ലത്? അതുകൊണ്ട് എന്തുകൊണ്ട് ആധ്യാത്മിക വിചാരമുള്ളവർ തളരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ തളരുകയല്ല ചെയ്യുന്നത്, ഇതെല്ലാം ഭഗവത് പ്രസാദമായി ഞങ്ങൾ എടുത്തിരിക്കുന്നു. സുഖം വരുന്നു, ദുഃഖം വരുന്നു, രണ്ടിനെയും ഉൾക്കൊണ്ടുകൊണ്ട് തരണം ചെയ്തുകൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു. ഞങ്ങൾ സുഖത്തിലും ദുഃഖത്തിലും അല്ല നോക്കുന്നത്, ഇതെല്ലാം ഈശ്വരൻ്റെ പ്രസാദമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഈശ്വരനിലേക്കാണ് ഞങ്ങൾ ശ്രദ്ധ തിരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പുഞ്ചിരിച്ചുകൊണ്ട് അതിലൂടെ കടന്നു പോകും. അപ്പം അതുകൊണ്ട് ദുഃഖിച്ച് കടന്നു പോകണോ, ധീരരായി കടന്നു പോകുന്നോ, ഏത് വേണം, അത് നമ്മൾ തിരഞ്ഞെടുത്തോണം. എനിക്ക് തോന്നുന്നു സന്തോഷം വരുമ്പോൾ നമ്മൾ കൂടുതൽ ദൈവത്തെ കുറിച്ച് ചിന്തിക്കാറില്ല, ദുഃഖം വരുമ്പോഴാണ് കൂടുതലായി നമ്മൾ ചിന്തിക്കാറുള്ളതെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും. അതിനെന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സന്തോഷം വരുമ്പോൾ എന്തോ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, അപ്പം ആ കിട്ടിയതിലേക്ക് മനസ്സ് പോകും. ദുഃഖം വരുമ്പോൾ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏകാന്തതയും ഒറ്റപ്പെടലുമാണ് നമ്മളെ ദൈവവിചാരത്തിലേക്ക് ഉയർത്തുക. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സന്ധ്യയാവുന്ന സമയത്ത് നമുക്ക് പേടി വരും, അപ്പോൾ ദൈവചിന്തകൾ വരും. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ദൈവചിന്തകൾ വരും. കാരണം പേടി വരും, നമുക്ക് ഒറ്റയ്ക്കാണെന്നുള്ള തോന്നൽ. അപ്പോൾ നമ്മുടെയൊക്കെ വ്യക്തിത്വത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമ്പോൾ കൂടെ ഒന്നുണ്ടല്ലോ, എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുമ്പം ആരുമില്ലല്ലോ. ഈ ആരുമില്ല, ഒറ്റയ്ക്കാണ്, ഒറ്റപ്പെടുന്നു, ഈ വിചാരങ്ങൾ
നമ്മളെ കൂടുതൽ ഈശ്വരനിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കാറുണ്ട്. ആ പ്രേരണ വരുന്നതിന് കാരണം ആർക്കും ഒറ്റയ്ക്കാവുന്നത് ഇഷ്ടമല്ല, ഭയമുണ്ടാക്കുന്നു. അപ്പോൾ അതായിരിക്കാം അവരെ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്.